ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ഹൈക്ക. ഇപ്പൊ നൈക്കയിൽ പിങ്ക് സെയിൽ നടക്കുകയാണല്ലോ, അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ ഓർഡർ ചെയ്തു. ഒരു 2 ദിവസം മുന്നെയാണ് എനിക്കത് ഡെലിവേർഡ് ആയത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് പൊട്ടിച്ചു നോക്കാം. നമുക്ക് ഓരോന്നായിട്ട് നോക്കാമേ. ഫസ്റ്റ് വൺ ആക്നി പാച്ചസ് ആണ്, പിമ്പിൾ പാച്ചസ് ആണ്. ഇത് സോ ട്രൂ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൻ്റെയാണ്. ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഡെർമാക്കോ യൂസ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു എൻ ബ്യൂട്ടി യൂസ് ചെയ്തിട്ടുണ്ട്. സോ ട്രൂവിൻ്റെ തന്നെ വേറെ ഒരു ആക്നി പാച്ചസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇതിനകത്ത് ഇത് ഇങ്ങനെ ഓരോ ഡോട്ട്സ് ഉണ്ട്. ഇപ്പോൾ ഈ ഒരു പാക്കറ്റിനകത്ത് 20 ബാച്ചസ് ആണുള്ളത്. ലാർജും ഉണ്ട്, സ്മോളും ഉണ്ട്. അടുത്തത് അസായയുടെ സൺസ്ക്രീൻ സ്പ്രേ മിസ്റ്റ് ആണ്. ഈ അസായയുടെ സൺസ്ക്രീൻ സ്പ്രേയെ കുറിച്ച് ഞാൻ ബോഡി കെയർ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ മുഖക്കുരുള്ളവർക്ക് ചേരുന്ന സൺസ്ക്രീൻസിന്റെ വീഡിയോയിൽ ഞാൻ ഈ അസായയുടെ സൺസ്ക്രീൻ സ്പ്രേയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ഫേസിലും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന സൺസ്ക്രീൻ സ്പ്രേ ആണ്. പക്ഷെ ഇത് ഞാൻ ബോഡിയിൽ മാത്രം യൂസ് ചെയ്യാൻ വാങ്ങിയ സൺസ്ക്രീൻ സ്പ്രേ ആണ്. എൻ്റെ ആ അസായയുടെ ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ട് സൺസ്ക്രീൻ സ്പ്രേ കഴിഞ്ഞ്, അപ്പൊ ഞാൻ ഈ സൺസ്ക്രീൻ വാങ്ങിച്ച്. ഇത് ഞാൻ ഓർഡർ ചെയ്തിട്ടില്ല, ഇതെനിക്ക് ഫ്രീ കിട്ടിയാണെന്ന് തോന്നി. ഒന്ന് ചെക്ക് ചെയ്യട്ടെ, നോക്കട്ടെ. അപ്പൊ ഇതാണ് ഷെയ്ഡ്. ഞാൻ ഈ നൈക്കയുടെ ലിപ് ലൈനർ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിയത്തില്ല ഇതെങ്ങനെയാണ്, കൊള്ളാവോ എന്നൊന്നും. നിങ്ങൾ ആരെങ്കിലും നൈക്കയുടെ ലിപ് ലൈനർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഇതെങ്ങനെ ഉണ്ട് എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇത് ലവ് ടി സിയുടെ സ്കെച്ച് ഐലൈനറാണ്. ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിന് അത്യാവശ്യം നല്ല റിവ്യൂ നൈക്കയിൽ കണ്ടാണ് ഞാനിത് വാങ്ങിക്കുന്നത്. നൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയുന്നൊരു ഷെയ്ഡാണ്. എൻ്റെ കയ്യിൽ ഇപ്പം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മെബിലൈൻ്റെ സ്കെച്ച് ഐലൈനറാണ്. അത് എക്സ്പയർ ആവാറായി. അതിന് മുന്നേ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എൻ്റെ ലാക്മി ഐക്കോണിക് സ്കെച്ച് ഐലൈനറാണ്. അത് നല്ലതാണ്. അപ്പം മെബിലൈനും കുഴപ്പമില്ല. കുഴപ്പമില്ല, അത്യാവശ്യം ബ്ലാക്ക് ആണ്. എൻ്റെ ഇവിടെ ഐ ഏരിയ ഭയങ്കര സ്വെറ്റിയാണ്, അപ്പം എനിക്ക് പെട്ടെന്ന് തന്നെ ഐലൈനർക്ക് സ്മഡ്ജ് ആവും. അപ്പോൾ ഇതങ്ങനെ സ്മഡ്ജ് പ്രൂഫൊക്കെ നോക്കി അത്യാവശ്യം നല്ല റിവ്യൂ കണ്ടിട്ടാണ് ഈ ഒരു ഐലൈനർ ഞാൻ വാങ്ങിയത്. അടുത്തത് ബി ബോഡി വൈസിൻ്റെ അണ്ടർ ആം റോൾ ഓൺ ആണ്. ഇത് എൻ്റെ എത്രാമത്തെ ബോട്ടിലാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല, കാരണം ഞാൻ അത്രയേ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് വാട്ടർമെലൺ ആണ്. ഇനി ഇതിൻ്റെ അവർക്ക് വേറെ ഒരുപാട് ഫ്രാഗ്രൻസും ഉണ്ട്, പക്ഷെ എനിക്ക് വാട്ടർമെലൺ ആണ് ഇഷ്ടം. ഞാൻ ഈ ഒരു അണ്ടർ ആം റോൾ ഓണിനെ കുറിച്ച് ബോഡി കെയർ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണം. അതിനകത്ത് ഞാൻ വേറെ വിഷ് കെയറിൻ്റെ അണ്ടർ ആം റോൾ ഓൺ, കെമിസ്റ്റഡ് പ്ലേ, പ്ലം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാത്തിനെ കുറിച്ച് കമ്പയർ ചെയ്തിട്ടുമുണ്ട്. ഇനി ഇത് വിപ്നെസ് ആണെന്ന് തോന്നുന്നു ഈ ബ്രാൻഡിന്റെ പേര്. വിപ്നെസിന്റെ സിലിക്കോൺ സ്കാർ ഷീറ്റ് ആണ്. സിലിക്കോൺ സ്കാർ ഷീറ്റ് എന്തിനാണ് എന്ന് അറിയാത്തതായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്ക് മുഖക്കുരു വന്നതിന്റെ സ്കാർ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മുറിവിന്റെ സ്കാർ, അല്ലെങ്കിൽ എന്തെങ്കിലും സർജറി സ്കാർ, അല്ലെങ്കിൽ സ്ട്രെച്ച് മാർക്ക്, അപ്പോൾ ഇതിങ്ങനെ ഷീറ്റാണ്, സിലിക്കോൺ ഷീറ്റാണ്. കാണിച്ചു തരാം. ഇങ്ങനെ സിലിക്കോൺ ഷീറ്റാണ്. അപ്പോൾ ഈ ഷീറ്റ് നമ്മുടെ സ്കാറിൻ്റെ അളവനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ആ സ്കാറിൽ ഇത് പേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മളെ സ്കാർ റെഡ്യൂസ് ആവാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഭയങ്കര പഴക്കമുള്ള സ്കാറൊന്നും ഇതെന്തായാലും മാറ്റത്തില്ല. നമുക്ക് പുതിയ റീസെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സ്കാർ ആണെന്നുണ്ടെങ്കിൽ ഇത് റെഡ്യൂസ് ആവും. പക്ഷെ ഇത് ഭയങ്കര മാജിക്കായിട്ട് പോകത്തൊന്നുമില്ല. എന്ന് ഡെയിലി യൂസ് ചെയ്യണം. പിന്നെ നമ്മൾ ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കണം. ആദ്യം ഒരു 4-5 മണിക്കൂർ വെച്ചൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. എന്നിട്ട് സ്കിന്നിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാക്സിമം 12 hours വരെയൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഈ സ്കാർ ഷീറ്റ് റീയൂസബിൾ ആണ്. നമുക്കിത് വാഷ് ചെയ്തും, നമുക്കിപ്പോൾ എവിടെയെങ്കിലും ഈ പൊള്ളിയ പാടൊക്കെ ഉണ്ടെങ്കിലും ഫ്രഷ് ആയിട്ടുള്ള ഇഞ്ചുറിയിൽ യൂസ് ചെയ്യരുത്. നന്നായിട്ട് ഉണങ്ങി കുറച്ച് കഴിഞ്ഞതിന് ശേഷമേ യൂസ് ചെയ്യാവൂ. അപ്പോൾ ഒരു തവണ യൂസ് ചെയ്തിട്ട് പിന്നീട് നമുക്കത് വാഷ് ചെയ്യാം. വാഷ് ചെയ്തിട്ട് ഡ്രൈ ചെയ്ത് പിന്നെ യൂസ് ചെയ്യാം. പക്ഷെ അതിൻ്റെ ആ ഒരു ഒട്ടൽ മാറുന്നത് വരെ യൂസ് ചെയ്യാം. നന്നായിട്ട് ഒട്ടിയിരിക്കണം. അപ്പോൾ ഒരു ഒട്ടൽ
പോകുന്നുണ്ടെങ്കിൽ പിന്നെ അത് റീയൂസ് ചെയ്യരുത്. അത് കളഞ്ഞിട്ട് പിന്നെ വേറെ നെക്സ്റ്റ് ഷീറ്റ് കട്ട് ചെയ്ത് യൂസ് ചെയ്യണം. അടുത്തത് ഈ ഒരു PACയുടെ മൈക്രോ ഫിനിഷ് മേക്കപ്പ് ഫിക്സർ ആണ്. ഇതെന്റെ റീപർച്ചേസ് ആണ്. ഈ ഒരു പാക്കിന്റെ മേക്കപ്പ് ഫിക്സർ എൻ്റെ ഇതിന് മുന്നേ ഉള്ളത് ഏകദേശം തീരാറായി, അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഇത് അറിയാമല്ലോ, ഇത് മേക്കപ്പ് ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ട് മേക്കപ്പിനെ ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി, ഒന്ന് ഈവൻ ആക്കാൻ വേണ്ടി, അതുപോലെ തന്നെ ചെറിയൊരു ഗ്ലോയും തരും ഈ ഒരു മേക്കപ്പ് ഫിക്സർ അല്ലേ. ഇത് യൂറിയേജിന്റെ തെർമൽ വാട്ടർ സ്പ്രേ ആണ്. ഇതും സ്പ്രേ ആണ്. ഇതും എൻ്റെ റീപർച്ചേസ് ആണ്. അപ്പൊ ഇതിന്റെ യൂസ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നില് റെഡ്നെസ് ഉണ്ട്, അല്ലെങ്കിൽ ഒന്നിങ്ങനെ നമ്മുടെ സ്കിൻ ഒന്ന് കാം ആവാനും ഒന്ന് കൂൾ ചെയ്യാനും. ഇത് മെയ്ഡ് ഇൻ ഫ്രാൻസ് ആണ്. പിന്നെ ഇതിന് ചെറിയൊരു ഉപ്പുരസം ഉണ്ട്, അത് മാത്രമേ ഉള്ളൊരു പ്രശ്നം. പക്ഷെ അത് കുഴപ്പമില്ല. നമ്മൾ സ്പ്രേ ചെയ്യുന്ന ആ ഒരു സമയത്ത് ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ സ്കിന്നിനെ ഒന്ന് കാം ചെയ്യുന്നത് പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇത് അടുത്തത് ഇതാണ്. ഇത് ഷുഗറിന്റെ ഡ്യുവൽ ഐഷാഡോ ബ്രഷ് ആണ്. ഈ ഒരു ഐഷാഡോ ബ്രഷിന് 2 സൈഡിലുണ്ട്, അതായത് ഒരു സൈഡ് ഫ്ലഫിയും ഒരു സൈഡിൽ ഫ്ലാറ്റ് ബ്രഷുമാണ്. അപ്പൊ നമ്മളിങ്ങനെ ലൈറ്റ് സിമ്പിൾ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നവർക്ക് 2 ബ്രഷ് കൈ വെച്ചേക്കുന്നതിനേക്കാൾ ഈ ഒരു ഒറ്റ ബ്രഷിൽ 2 സൈഡും ഇങ്ങനെ ഫ്ലഫി ബ്രഷും ഫ്ലാറ്റ് ബ്രഷും ഉണ്ടെങ്കിൽ അത് നല്ലതല്ലേ. അപ്പൊ എൻ്റെ നേരത്തെ ഇരുന്നത് ഞാൻ കുറച്ച് പ്രാവശ്യം കൂടെ ഒക്കെ യൂസ് ചെയ്തിട്ട് അത് കളയും. അപ്പൊ അത് കഴിയുമ്പോൾ ഇത് പൊട്ടിക്കും. അപ്പൊ ഞാൻ കാണിച്ചു തരാം. ഇത് ബി ബോഡി വൈസിന്റെ റോൾ ഓൺ ഞാൻ 2 റോൾ ഓൺ വാങ്ങിച്ചു. കാരണം 2 റോൾ ഓണും കൂടെ വാങ്ങിക്കുമ്പോൾ എക്സ്ട്രാ 5% കൂടെ ഓഫ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് 2 റോൾ ഓൺ വാങ്ങിച്ചു. ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇതെന്റെ ഫസ്റ്റ് പർച്ചേസ് ആണ്. ഇത് ബി ബോഡി വൈസിന്റെ ഫുഡ് റോൾ ഓൺ ആണ്. ഇത് നമ്മളെ കാലിന്റെ ഹീലിൽ ക്രാക്കും പിന്നെ ഡ്രൈനെസ്സും ഒക്കെ ഉണ്ടെങ്കിൽ അത് കൺട്രോൾ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും. ഇത് ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഇതെന്റെ ഫസ്റ്റ് പർച്ചേസ് ആണ്. ഇതെന്റെ സിസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ സിസ്റ്റർ ഇതിനെക്കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് വാങ്ങിച്ചു നോക്കാന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിനെക്കുറിച്ച് പൊതുവെ എല്ലാവർക്കും നല്ല റിവ്യൂ ആണ്. അപ്പോൾ ഞാനിത് എന്തായാലും യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയാം. ഞാൻ നേരത്തെ സോട്രൂ ആക്നി പാച്ചസ് കാണിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഞാൻ ഡെർമാക്കോ ആക്നി പാച്ചസ് വാങ്ങിച്ചിട്ടുണ്ട്. ഇതിനും അത്യാവശ്യം ഓഫർ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് വാങ്ങിച്ചത്. സോട്രൂയിൽ 12 ബാച്ചാണ്, ഇതിനകത്ത് 24 ബാച്ച് ഉണ്ട്. ഞാൻ ഇത്രയും നാൾ ഞാൻ ഒരുപാട് ബ്രാൻഡിന്റെ ആക്നി പാച്ചസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇത്രയും നാൾ യൂസ് ചെയ്തിട്ടുള്ളതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈ ഒരു ഡെർമാക്കോയുടെ ആക്നി പാച്ചസ് ആണ്. ഇനിയും കുറച്ച് ആക്നി പാച്ചസും കൂടെ ട്രൈ ചെയ്തിട്ട് എല്ലാത്തിനെയും കുറിച്ച് ഇങ്ങനെ ഒരു റാങ്കിങ് പോലെ ചെയ്യണം എന്നുണ്ട്. പക്ഷേ ഡെർമാക്കോയുടെ ആക്നി പാച്ചസ് ഇച്ചിരി റേറ്റ് കൂടുതലാണ്. പക്ഷേ ഇത് മറ്റ് വേറെ ആക്നി പാച്ചസിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഇച്ചിരി ട്രാൻസ്പെറന്റ് ആണ്. കാരണം ഇത് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ അറിയത്തില്ല. ഇതിനകത്തും ഹൈഡ്രോക്ലോറൈഡും സാലിസിലിക് ആസിഡും ഉണ്ട്. ഇതെനിക്ക് എസ്റ്റേ ലോഡറിന്റെ ഫൗണ്ടേഷൻ ട്രയൽ കിറ്റ് ഫ്രീ കിട്ടിയതാണ്. അപ്പം അതാണ് ഇത്. ഓക്കെ, കഴിഞ്ഞു, തീർന്നു. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നൈക്ക അൺബോക്സിംഗ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.